അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബേദലഹേം കുടുംബ യൂണിറ്റ് പടം പോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് ഉറപ്പിക്കാവുന്ന ചിത്രം തന്നെയാണ്. കാരണം ഗിരീഷ് ഷേഡി ഒരു രക്ഷയില്ല, നമിച്ചിരിക്കുന്നു. സംവിധായകനായ ഇങ്ങനെ വേണം ഒരു ചിത്രത്തെപ്പറ്റി മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സംവിധായകൻ. ആ സംവിധായകൻ ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റ് ആണെന്ന് ഏകദേശം ഉറപ്പിക്കാം. ആ രീതിയിലാണ് ബേദലഹേം കുടുംബ യൂണിറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അത് കൃത്യമായ അളവിലും തൂക്കത്തിലും നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. കാശ് മുടക്കി അത് മുതലാവണമല്ലോ, അത് കൃത്യമായിട്ട് മുതലാകാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ തിരക്കഥയാണ് ആദ്യമേ എടുത്തു പറയുന്നത്. തിരക്കഥ ഒരു രക്ഷയില്ല. കാരണം പല തിരക്കഥകളും നമ്മൾ കണ്ടപ്പോൾ എന്തിനേ ഇതിങ്ങനെ എടുക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും തോന്നാറുണ്ട്. തിരക്കഥ പല നടന്മാരും മികച്ച അഭിനയം കാഴ്ചവെക്കുമ്പോൾ തിരക്കഥ വളരെ മോശമാകും. പക്ഷേ ഇത് തിരക്കഥ ഗിരീഷും ഇതിനകത്തൊരു ഭാഗമൊക്കെ കാണുന്നു തോന്നുന്നു. തിരക്കഥയ്ക്കത് കിരൺ ജോഷി എന്ന് പറയുന്ന ഒരാളുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ്. ഈ ഓണം വിന്നർ ഏതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, ഇത് ബേദലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ് ഓണം വിന്നർ. കാരണം കുറച്ച് ഓടും. ഇത് ഗിരീഷ് ഷേഡി എന്ന് പറയുന്ന സംവിധായകൻ്റെ മുൻകാല ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു കഴിഞ്ഞതിന് ശേഷം അവന സ്റ്റുഡിയാണ് നിർമ്മിക്കുന്നത്. പ്രേമലു കഴിഞ്ഞതിന് ശേഷം അവർ നിർമ്മിക്കുന്ന ചിത്രം കൂടെ. അപ്പോൾ ഇത് ഒരു നിർമ്മാതാവും ഒരു മികച്ച സംവിധായകനും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ അവരുടെ ചിത്രം എങ്ങനെയായിരിക്കണം? എന്തിനാവശ്യമില്ലാതെ അനേകം ചിത്രങ്ങളൊക്കെ എടുത്ത് കൂട്ടുന്നില്ലേ? ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതി. കാരണം മനുഷ്യനെ ദഹിക്കുന്ന, മനുഷ്യന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇതിനകത്ത് വേറെ ഒന്നും കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. കാരണം ഇതൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ്, 100% ഉറപ്പ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് കുടുംബ പ്രേക്ഷകർ കൃത്യമായിട്ട് കയറാൻ പറ്റുന്നൊരു ചിത്രം. എനിക്ക് തോന്നുന്നു 100 കോടിയൊക്കെ ഇപ്പോഴേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയൊരു ചിത്രമാണ്. ഈ ഓണക്കാലത്ത് വേറെ ഒരു ചിത്രവും നോക്കണ്ട, ബേദലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ചിത്രം തന്നെയായിരിക്കും നമ്പർ 1 ഉറപ്പ്. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ആ കൺഫ്യൂഷൻ്റെ ഒന്നും കാര്യമില്ല. കാരണം ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ നിരവധിയുണ്ട്. പൊട്ടി ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഒരു നുറുങ്ങ് ചിരിയോടെ കണ്ടിരിക്കാവുന്ന അനേകം, അതുപോലെ കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. എല്ലാം കൊണ്ടും കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ്. ഇതിനകത്തെ ഓൾ ഇന്ത്യ ഓൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഗിരീഷ് ഷേഡി എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ്. മറ്റൊന്ന് തിരക്കഥ. അതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അഭിനേതാക്കളൊക്കെ വരുന്നത്. പലപ്പോഴും നമ്മൾ അഭിനേതാക്കളുടെ പേരിലാണ് പല സിനിമകളും അറിയപ്പെടുന്നതെങ്കിലും ഇത് അതൊന്നുമില്ല. 1 സൂപ്പർ സ്റ്റാർ അതിൻ്റെ സംവിധായകൻ തന്നെ. അതുപോലെ നിവിൻ പോളി, ഒത്തിരി നാളിന് ശേഷം എന്ന് സർവമായ അത് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ ഇറങ്ങിയായിരുന്നു, അതെല്ലാം പരാജയപ്പെട്ടു. പക്ഷെ അതിന് ശേഷം ഒരു മടങ്ങിവരവ്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ തിളങ്ങും എന്ന് 100% ഉറപ്പാണ്. ഗ്രാമീണ പശ്ചാത്തലമുള്ള കഥാപാത്രം. അതുപോലെ മമിത ബൈജു തമിഴിലെ സൂപ്പർ നടിയായിട്ട് മാറി. ഇപ്പം വിജയുടെ, സൂര്യയുടെയൊക്കെ നായികയാണ്. പക്ഷെ അവിടുന്ന് മലയാളത്തിൽ അഭിനയിക്കാൻ അവർ കാണിച്ച ആ മനസ്സ്, കാരണം അവരെ എടുത്തുകൊണ്ട് വന്ന പ്രേമലു എന്ന ചിത്രം അതുപോലെ തന്നെ ഒരു മനോഹരമായ ചിത്രം. ഇതിനകത്ത് ഉള്ള പ്രശ്നം ഇതെന്ന് പറഞ്ഞാൽ നിവിൻ പോളിയും മമിത ബൈജിയും തമ്മിലുള്ള കഥാപാത്രങ്ങൾക്കും അവർ നേരിട്ടും പ്രായത്തിന് ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള ബോണ്ടും കെമിസ്ട്രിയൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് അതൊന്നും നമുക്ക് തോന്നത്തില്ല. പ്രായ വ്യത്യാസം ഒന്നും നമുക്ക് തോന്നത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. കൗണ്ടർ എനിക്ക് ഒരു രക്ഷയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു മാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അഴിച്ചു വിടുന്നുണ്ട്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, സംഗീത് പ്രതാപ്, ബിന്ദു പണിക്കർ എന്ന് വേണ്ട, ഇതിനകത്ത് അഭിനയിച്ച ഒത്തിരി താരങ്ങളുണ്ട്. അഭിനയിച്ചവരെല്ലാം അവരുടെ റോളുകൾ മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ ആ സംവിധായകൻ്റെ കഴിവ്. കൃത്യമായിട്ട് ആർക്കെന്ത് വേണം, എവിടൊക്കെ പ്ലേസ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. കാരണം ഒരു കഥാപാത്രം പോലും മോശമായി അത് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. സുരേഷ് കൃഷ്ണയൊന്നും പറയണ്ട. ഈ മുഹൂർത്തങ്ങളും പൊട്ടിച്ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഈ ഓണക്കാലത്ത് അവധി ആഘോഷിക്കാൻ വേണ്ടി കൃത്യമായിട്ട് പടച്ചു വിട്ടൊരു സാധനം പോലെ തോന്നുന്നു. ഇതിൻ്റെ മുന്നിലുണ്ടല്ലോ വേറെ ഒരു ചിത്രവും പിടിച്ചിരിക്കാൻ ഇച്ചിരി പാടുപെടും.
കാരണം അവർക്ക് ഗ്യാരണ്ടിയാണ്. ഈ ചിത്രം ഇറക്കുമ്പം തന്നെ അറിയാം അതിൻ്റെ കൂടെ ഏത് ചിത്രം റിലീഫ് ചെയ്തോ എന്നൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ പ്രോഡക്റ്റിനെ പറ്റി 100% വിശ്വാസമുണ്ട്. അതുതന്നെയാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത്. പൊട്ടിച്ചിരിക്കുന്ന മുഹൂർത്തങ്ങളും അതുപോലെ ഒരു തൃപ്തിയോടെ ജനങ്ങളെല്ലാം സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ, ഓണം വിന്നർ ഇത് തന്നെയാണെന്ന് 100% നമുക്ക് ഉറപ്പാക്കാം. അതുപോലെ നിവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ റെഫറൻസുകൾ ഒത്തിരി പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും പല റെഫറൻസുകളും കണ്ടു കഴിയുമ്പം ഭയങ്കര ബോറായിട്ട് മാറും. കാരണം കഥയുമായിട്ട് യാതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പലപ്പോഴും പല സംവിധായകരും പ്രയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പല റെഫറൻസുകളും കൃത്യമാണ്, ഇത് അവിടെ വേണ്ടതാണ് എന്ന് നമുക്ക് തോന്നുമാറാണ്. യാതൊരുവിധ ബോറുമില്ല. അതുപോലെ പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പാട്ടിന് വേണ്ടി പാട്ട്. ഇത് പാട്ടിന് വേണ്ടി പാട്ടല്ല, ആ കഥയ്ക്ക് അവിടെ വേണം പാട്ട്. അങ്ങനെ ഇത് കൃത്യമായിട്ട് കഥയുമായിട്ട് ഇഴുകിച്ചേർന്ന മുഹൂർത്തങ്ങളും സംഗീതവും എല്ലാം ഇതിനകത്ത് അനാവശ്യമായിട്ടൊന്നും ഒന്നുമില്ല എന്നെനിക്ക് തോന്നി. കാരണം എല്ലാ ആവശ്യത്തിന് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ആ തൂക്കത്തിലും അളവിലും ഇത് കൃത്യമായിട്ട് കൊടുക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു സംവിധായകൻ്റെ മിടുക്ക് തന്നെ, 100% ഉറപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഇന്ന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് സിനിമ കാണാത്തവർ ഇച്ചിരി പാടുപെടും. കാരണം ഇനിയുള്ള ദിവസങ്ങൾ ബദലഹേം കുടുംബ യൂണിറ്റിൻ്റെ തിയേറ്ററുകളിലെല്ലാം ബദലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാൻ വലിയ പാടായിരിക്കും. കാരണം അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു. ആദ്യ ഷോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ പ്രാവശ്യത്തെ ഓണം വിന്നർ ഇവൻ തന്നെ, 100% ഉറപ്പ്. അതുപോലെ ഇത് എത്ര കോടിയിലേക്ക് കിടക്കും എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു 100 കോടി ഷുവറായാണ്, ഉറപ്പാണ്. ഇത് 100, 150, 200 ഒക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു ചിത്രം, പ്രേക്ഷകരെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതുമാണ് നമ്മൾ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത്. കണ്ട ആരും തന്നെ ഇതിനെപ്പറ്റി മോശാഭിപ്രായം പറയത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ ഇത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യണമെന്നതുകൊണ്ട് പലരുടെയും മുഖഭാവവും ഒക്കെ നമ്മൾ പടം കണ്ടതിന് ശേഷം ശ്രദ്ധിക്കുകയും അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തവരെല്ലാം പറയുന്നത് ഒരു മികച്ച ചിത്രം, നല്ല എന്താ പറയുന്നത്, മനസ്സിനൊരു സന്തോഷം നൽകുന്നൊരു ചിത്രം, മികച്ചൊരു ചിത്രം, കുടുംബ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ള 10 നാൾ ബദലഹേം കുടുംബ യൂണിറ്റിൻ്റെ ദിവസങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് കൂടി, ഒരുപക്ഷെ 100 കോടിയും കഴിഞ്ഞ് ഒരു 200 കോടി, അതുപോലെ നിവിൻ പോളിയുടെ മറ്റൊരു 100 കോടി ചിത്രം കൂടി സ്വിച്ച് ഓൺ ആയിരിക്കുന്നു എന്ന് 100% നമുക്ക് ഉറപ്പ് പറയാം. അത് 100 കഴിഞ്ഞ് ഏതുവരെ പോകും എന്ന് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. നിവിൻ, നിങ്ങൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ കുടുംബ പശ്ചാത്തലവും ഗ്രാമീണ അന്തരീക്ഷവും നിറഞ്ഞ കഥാപാത്രങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുടെ കൈ ഭദ്രമാണ്. കാരണം അത് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ മോഹൻലാലിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലും അതുപോലെ ഗ്രാമീണ തനിമയുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ദിലീപും ജയറാമും ഒക്കെ വന്നു. ആ ഗ്യാപ്പ് ഇപ്പോഴും നികന്നാതെ കിടക്കുകയാണ്. കാരണം ശ്രീനിവാസനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഗ്യാപ്പ് ഇപ്പോഴും അതങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ കുടുംബ ചിത്രം എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കും 100% ഉറപ്പാണ്. അത് കൃത്യമായിട്ടും അത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമാണ്, അത് ഗ്യാരണ്ടിയുള്ള ചിത്രമാണ്. ഏതായാലും ബദലഹേം കുടുംബ യൂണിറ്റ് കണ്ടവർ കമൻ്റ് ഇടുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. കാണാത്തത് എത്രയും പെട്ടെന്ന് പോയി കാണുക. എനിക്ക് തോന്നുന്നു ഇനിയും വൈകുന്നേരമൊക്കെ ടിക്കറ്റ് കിട്ടാൻ വലിയ പാടായിരിക്കും. അത് 100% ഉറപ്പാണ്. ഇപ്പം തന്നെ ടിക്കറ്റിന് ഭയങ്കര പിടിപാടായിരിക്കും. അപ്പോൾ ഓണക്കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ഇതായി മാറും, 100% ഉറപ്പ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.